Good morning, students. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അതിൽ നമ്മൾ ആനിമൽ ഹസ്ബൻഡറി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആനിമൽ ഹസ്ബൻഡറിയിൽ 4 സെക്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഡയറി ഫാം മാനേജ്മെൻറ്റ്, പൗൾട്രി ഫാം മാനേജ്മെൻറ്റ്, ബീ കീപ്പിംഗ്, ഫിഷറീസ്. ആ 4 സെക്ഷൻസ് ആണ്. അത് നമ്മൾ പഠിച്ചത് ഡയറി ഫാം മാനേജ്മെൻ്റ് ആണ്. അതിൽ ഡയറി ഫാം മാനേജ്മെൻറ്റ് പറഞ്ഞ്, ആനിമൽ ബ്രീഡിംഗ് പറഞ്ഞ്, അതുപോലെ MOET വരെ പറഞ്ഞു. നമുക്കതിൻ്റെ അടുത്ത ടോപ്പിക്കാണ് പൗൾട്രി ഫാം മാനേജ്മെൻറ്റ്. Poultry farm management. Poultry means domestication of fowls. Poultry means domestication of fowls. Fowls എന്ന് പറഞ്ഞാൽ കോഴി, താറാവ്, ടർക്കി. അതൊക്കെയാണ് കോഴി, താറാവ്, ടർക്കി തുടങ്ങിയ ഓർഗാനിസംസ് നമ്മൾ ഫാമിൽ വളർത്താറുള്ളതാണ് പൗൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ഫൗൾസ്. നമ്മൾ പൗൾട്രി ഫാമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് ഫോർ എഗ്, മുട്ട ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. 2 ഫോർ മീറ്റ്. അപ്പോൾ ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കോഴികളെയും താറാവിനെയൊക്കെ സാധാരണ വളർത്താറുള്ളത്. മീറ്റിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ അത്തരം ഫൗൾസിന് അറിയപ്പെടുന്നതാണ് ബ്രോയിലർ എന്ന് വിളിക്കും. ബ്രോയിലർ. നിങ്ങൾ ബ്രോയിലർ ചിക്കൻ എന്ന് പറഞ്ഞ് വാങ്ങാറുണ്ട് കടയിൽ അല്ലേ? അപ്പോൾ ബ്രോയിലർ മീൻസ് ഇറച്ചി കോഴികൾ. അതുപോലെ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുമ്പോൾ നമ്മളതിനെ ലെയർ എന്ന് വിളിക്കും. അപ്പോൾ ബ്രോയിലേഴ്സ് ആൻഡ് ലെയേഴ്സ് ആണ്. ബ്രോയിലേഴ്സ് ആൻഡ് ലെയേഴ്സ്. ലെയേഴ്സ് മീൻസ് മുട്ടക്കോഴി, ബ്രോയിലേഴ്സ് മീൻസ് ഇറച്ചിക്കോഴി. അപ്പോൾ ആഹാരത്തിന് വേണ്ടി നമ്മൾ ആരെ വളർത്താറുണ്ട്? ചില പക്ഷികളെ വളർത്താറുണ്ട്. കോഴി, താറാവ്, ടർക്കി തുടങ്ങിയ ഓർഗാനിസംസിന് നമ്മൾ ഫുഡിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാറുണ്ടെങ്കിൽ വളർത്താറുണ്ട്. അത്തരം കൾച്ചറിങ്ങിനെ വിളിക്കാൻ പറയുന്നത് പൗൾട്രി ഫാം മാനേജ്മെൻറ്റ്. അപ്പോൾ പൗൾട്രി മീൻസ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ഫൗൾസ്. അത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഫോർ എഗ് ആൻഡ് മീറ്റ്. എഗ്ഗിന് വേണ്ടി നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി കോഴികളെ വളർത്തുമ്പോൾ അതിനെ ലെയേഴ്സ് എന്നും, ഇറച്ചിക്ക് വേണ്ടിയാണെങ്കിൽ അതിനെന്ന് വിളിക്കും ബ്രോയിലേഴ്സ് എന്ന് വിളിക്കും. ഇനി ഒരു പൗൾട്രി ഫാം മാനേജ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഡയറി ഫാമിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഓർമ്മ ഉണ്ടാവുമല്ലോ. ഡയറി ഫാമിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു, അത്രയും കാര്യങ്ങൾ എവിടെ ശ്രദ്ധിക്കണം? പൗൾട്രി ഫാമിൽ ശ്രദ്ധിക്കണം. ഒന്ന്, സെലക്ഷൻ ഓഫ് ബ്രീഡ്. നല്ല ഇനമായിരിക്കണം. സെലക്ഷൻ ഓഫ് ബ്രീഡ് നല്ല ഇനമായിരിക്കണം. പ്രോപ്പർ ഫീഡ് ആൻഡ് വാട്ടർ. പ്രോപ്പർ ഫീഡ് ആൻഡ് വാട്ടർ. നല്ലതുപോലെ അല്ലേ? പ്രോപ്പറായിട്ട് ആഹാരവും അതുപോലെ തന്നെ വെള്ളവും കൊടുക്കുക. പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കണം അല്ലേ? കോഴിക്കൂട് ഉണ്ടായിരിക്കണം. പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിസീസ് ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഡിസീസ് ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. രോഗം വരാതെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക. അതുപോലെ തന്നെ ക്ലീനും ഹൈജീനും. ക്ലീൻ ആൻഡ് ഹൈജീൻ. അപ്പോൾ നല്ല ബ്രീഡായിരിക്കണം. പ്രോപ്പർ ഫീഡ് വേണം. പ്രോപ്പർ ഫീഡ് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. ഡിസീസ് ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രോപ്പർ പ്ലേസ് വേണം. അല്ല ക്ലീനും ഹൈജീനിക്കും ആയിരിക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഡയറി ഫാം മാനേജ്മെൻറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ അത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ ശ്രദ്ധിക്കണം? പൗൾട്രി ഫാമിലും ശ്രദ്ധിക്കണം. അടുത്ത് നമ്മൾ പഠിക്കാനുള്ളതാണ് ബീ കീപ്പിംഗ്. ബീ കീപ്പിങ്ങിൻ്റെ സയൻറ്റിഫിക് ടേമാണ് എപ്പികൾച്ചർ എന്ന് വിളിക്കും. എപ്പികൾച്ചർ, സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഹണി ബി. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ തേനീച്ചകളെ വളർത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ബീ കീപ്പിംഗ്. ശാസ്ത്രീയമായ രീതിയിൽ തേനീച്ചകളെ വളർത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണിത് ബീ കീപ്പിംഗ്, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം ഇസ് ഓൾസോ കോൾഡ് എപ്പികൾച്ചർ. അപ്പോൾ ആനിമൽ ഹസ്ബൻഡറിയിൽ 4 കാര്യങ്ങളാണ്: ഡയറി ഫാം മാനേജ്മെൻറ്റ്, പൗൾട്രി ഫാം മാനേജ്മെൻറ്റ്, ബീ കീപ്പിംഗ്, ഫിഷറീസ്. അതിൽ ഡയറി ഫാം മാനേജ്മെൻറ്റും പറഞ്ഞ്, ഇപ്പോൾ നമ്മൾ പൗൾട്രി ഫാം മാനേജ്മെൻറ്റും പറഞ്ഞു. അടുത്താണിത് ബീ കീപ്പിംഗ്. ബീ കീപ്പിങ്ങിൻ്റെ സയൻറ്റിഫിക് ടേമാണ് എപ്പികൾച്ചർ എന്ന് വിളിക്കും. എപ്പികൾച്ചർ. എപ്പികൾച്ചർ മീൻസ് സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഹണി ബി. ശാസ്ത്രീയമായ രീതിയിൽ തേനീച്ചകളെ വളർത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണിത് എപ്പികൾച്ചർ. കോമൺലി കൾട്ടിവേറ്റഡ് സ്പീഷീസ് ഈസ് ഏപ്പിസ് ഇൻഡിക്ക. അപ്പോൾ സാധാരണ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെറൈറ്റിയാണിത് ഏപ്പിസ് ഇൻഡിക്ക. ഇൻഡിജീനസ് വെറൈറ്റിയാണ്. ഇൻഡിജീനസ് വെറൈറ്റി മീൻസ് നമ്മുടെ ഇന്ത്യയിലുള്ള വെറൈറ്റിയാണിത് ഏപ്പിസ് ഇൻഡിക്ക. മറ്റൊരു വെറൈറ്റി ഉണ്ട് ഏപ്പിസ് മെല്ലിഫറ. ഏപ്പിസ് മെല്ലിഫറ എന്ന് പറയുന്നത് ഇറ്റാലിയൻ വെറൈറ്റി, എക്സോട്ടിക് സ്പീഷീസ് ആണ്. നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇറ്റാലിയൻ വെറൈറ്റിയാണ് ഇത് ഏപ്പിസ് മെല്ലിഫറ.
രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈൽഡ് ഉൽപ്പാദനം കൂടുതൽ ഏപ്പിസ് മെല്ലിഫറയ്ക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് ഏപ്പിസ് ഇൻഡിക്കയാണ്. ഇറ്റാലിയൻ വെറൈറ്റിയാണ് ഇത് ഏപ്പിസ് മെല്ലിഫറ. ഏപ്പിസ് മെല്ലിഫറയ്ക്ക് എന്ത് കൂടുതലാണ്? ഈൽഡ് വളരെ കൂടുതലാണ്. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ തേനീച്ചകളെ വളർത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എപ്പിക്കൾച്ചർ അല്ലെങ്കിൽ ബീ കീപ്പിംഗ് എന്ന് പറയാം. സാധാരണ കൾട്ടിവേറ്റ് ചെയ്ത വെറൈറ്റിയാണ് ഏപ്പിസ് ഇൻഡിക്ക. എക്സോട്ടിക് സ്പീഷീസ് ആണ്. എക്സോട്ടിക് മീൻസ് പുറത്ത് കൊണ്ടുവന്നത്. എക്സോട്ടിക് സ്പീഷീസ് ആണ് ഏപ്പിസ് മെല്ലിഫറ. ഇറ്റാലിയൻ വെറൈറ്റിയാണ്. ഇനി ഹണിബീന്ന് കിട്ടുന്ന പ്രോഡക്ട്സ്: 1 ഹണി തേൻ, 2 ബീസ് വാക്സ്. ഹണി ആൻഡ് ബീസ് വാക്സ്. ബീസ് വാക്സ് മീൻസ് മെഴുകാണ്. ഈ തേനീച്ച കൂടുണ്ടാക്കിയിട്ട് കൂടിൻ്റെ പുറവശം സീൽ ചെയ്യത്, അത് തേൻ സ്റ്റോർ ചെയ്യുന്ന സെയിം പുറത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് അത് സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ബീസ് വാക്സ്. മെഴുക് ഉപയോഗിച്ച് അത് സീൽ ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്, പുറമേ അത് കവർ ചെയ്യുന്നത്, കൂടിന് പുറമേ അത് കവർ ചെയ്യും. അപ്പോൾ ഹണിയും ബീസ് വാക്സും ആണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഹണി ബീയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ്, എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് ഹണി ആൻഡ് ബീസ് വാക്സ്. ഹണിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം, ഹൈലി മെഡിസിനിലാണ് ഇത് ഹണി എന്ന് പറയുന്നത്. എന്നാൽ ബീസ് വാക്സ് അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ്. കോസ്മെറ്റിക്സ് മീൻസ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. അപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലാണ് ആരെ ഉപയോഗിക്കുന്നത്? ബീസ് വാക്സിനെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹണിയും ബീസ് വാക്സുമാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഹണി ബീയിൽ നിന്ന് കിട്ടുന്ന എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ തേനീച്ച വളർത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എപ്പിക്കൾച്ചർ അല്ലെങ്കിൽ ബീ കീപ്പിംഗ് എന്ന് പറയും. സാധാരണ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെറൈറ്റിയാണ് ഏപ്പിസ് ഇൻഡിക്ക. ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന വെറൈറ്റിയാണ് ഏപ്പിസ് മെല്ലിഫറ. തേനീച്ചയിൽ നിന്ന് കിട്ടുന്ന എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് ആൻഡ് ഹണി ആൻഡ് ബീസ് വാക്സ്. ബീസ് വാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ ഉപയോഗിക്കുന്നത്? ഈസ് യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ്. അല്ലെങ്കിൽ കോസ്മെറ്റിക്സിലും പോളിസിസിലൊക്കെ ആരോപിക്കാറുണ്ട്, ബീസ് വാക്സ് യൂസ് ചെയ്യാറുണ്ട്. റബ്ബർ പ്ലാന്റേഷൻസിലൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? ബീ കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സായി എപ്പിക്കൾച്ചർ ചെയ്യാറുണ്ട്. വളരെ ആദായകരമായൊരു കൃഷിയാണിത്, തേനീച്ച കൃഷി. നമുക്ക് അധികം മുതൽ മുടക്കില്ലാതെ ഒരുപാട് പൈസ കിട്ടുന്നൊരു കൃഷിയാണ്. ഇനി ബീ കീപ്പിംഗ് നടത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 1, we should know about the nature and habit of bees. തേനീച്ചയെക്കുറിച്ച് അവരുടെ വളർച്ചാ രീതിയെക്കുറിച്ചൊക്കെ നമുക്കൊരു അറിവുണ്ടായിരിക്കണം. 2, ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സ്വാംസ്. അപ്പോൾ ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് മീൻസ്, ക്യാച്ചിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, പിടിക്കുക. ഹൈവിങ് മീൻസ് കൂട്ടിലാക്കുക. ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സ്വാംസ് മീൻസ് ഗ്രൂപ്പ് ഓഫ് ബീസ്. അപ്പോൾ ഹണി ബീയുടെ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണിത് സ്വാംസ്. അപ്പോൾ ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സ്വാംസ് ഇതല്ലേ, തേനീച്ചകളെ പിടിക്കാൻ അതിനെ കൂട്ടിലാക്കാനും അറിയണം. അപ്പോൾ ഒന്ന്, വി ഷുഡ് നോ അബൌട്ട് ദി നേച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ബീസ് അല്ലേ, തേനീച്ചയെക്കുറിച്ചുള്ള അവരുടെ വളർച്ചയും അവരുടെ വളർച്ചാ രീതിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, അവരെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നു. 2, തേനീച്ചകളെ പിടിച്ച് കൂട്ടിലാക്കാൻ നമുക്ക് അറിയണം. 3, പ്രോപ്പർ പ്ലേസിംഗ് ഓഫ് ബീഹൈവ്സ് മീൻസ് തേനീച്ചക്കൂട്. അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ അറിയണം അല്ലേ, തേനീച്ചക്കൂട് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണം. അതായത് പൂക്കളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ചെടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വേണം എന്ത് കൊണ്ടുവെക്കാനായിട്ട്, തേനീച്ചക്കൂട് കൊണ്ടുവെക്കാനായിട്ട്. അതുപോലെ തന്നെ അടുത്ത മാനേജ്മെൻറ്റ് ഓഫ് ബീഹൈവ്സ് ഡ്യൂറിങ് ഡിഫറൻറ്റ് സീസൺസ്. സീസൺസ് മാറുന്നതനുസരിച്ച് എന്ത് മാനേജ് അറിയണം? ബീഹൈവ്സ് മാനേജ് അറിയണം. അതായത് തേനീച്ചകൾ പുറത്ത് പോയിട്ട് പൂക്കളിൽ നിന്നൊക്കെ തേൻ ശേഖരിച്ചവർ അവിടെ കൊണ്ട് തേൻ കളക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ കൂട്ടിൽ കൊണ്ടുവന്ന് സംഭരിച്ച് വെക്കും. അവർ ഈ കൂട്ടിൽ സംഭരിച്ച് വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതായത് എല്ലാ കാലത്തും അവർക്ക് തേനീച്ചയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂട്ടിൽ നിന്ന് പുറത്ത് പോയി തേൻ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തേൻ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് അവരുടെ ഓഫ് സീസൺ, അതായത് അവരുടെ അൺഫേവറബിൾ സീസൺ, അവർ അനുകൂല സാഹചര്യം അവർ പുറത്ത് പോയി തേൻ മൊത്തം ശേഖരിച്ച് കൂട്ടിക്കൊണ്ടേ കളക്ട് സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. അപ്പോൾ അനുകൂല സാഹചര്യം, അവർക്ക് പ്രതികൂല സാഹചര്യം വരുമ്പോൾ അവർക്ക് ആഹാരം വേണ്ട, അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നത്? ഈ കൂട്ടിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പ്രതികൂല സാഹചര്യം എത്തുമ്പോൾ തേനീച്ച എന്ത് ചെയ്യും? ആ കൂട്ടിൽ സ്റ്റോർ ചെയ്ത തേൻ എന്ത് ചെയ്യും? അവർ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ പ്രതികൂല സാഹചര്യം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? തേനീച്ച കൂട്ടിലിരിക്കുന്ന തേൻ മൊത്തം എന്ത് ചെയ്യും? കുടിച്ചു തീർക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ തേനീച്ചക്കൂട് തുറക്കണമെങ്കിൽ എന്ത് സംഭവിക്കുക? ഈ തേൻ വല്ലതും കാണുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സീസണിന് മുമ്പ് മാനേജ് ചെയ്യണം. മാനേജ് ചെയ്തതിൽ എന്ത് സംഭവിക്കും? നമുക്ക് തേൻ കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സീസൺ ആവുന്നതിന് മുമ്പ്, ഈ സീസൺ അവരുടെ ഓഫ് സീസൺ ആവുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? തേനീച്ച കൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? തേനൊക്കെ എന്ത് ചെയ്യും? നേരത്തെ കളക്ട് ചെയ്യും.
എന്നിട്ട് തേനീച്ചയ്ക്ക് എന്ത് കൊടുക്കും? കൂടിൻ്റെ മുമ്പിൽ ഒരു ചെറിയ പാത്രത്തിനകത്ത് ഇത്തിരി പഞ്ചസാര വെള്ളം അല്ലെ പഞ്ചസാര വെള്ളത്തിൽ കലക്കി വെച്ച് കൊടുക്കും. അപ്പോൾ തേനീച്ചയ്ക്ക് പഞ്ചസാര വെള്ളം കൊടുത്തിട്ട് ഗുണമേന്മ കൂടിയ തേൻ എന്ത് ചെയ്യും? നമ്മളെ അടിച്ചു മാറ്റും. അപ്പോൾ സീസൺ അനുസരിച്ച് എന്ത് മാനേജ് ചെയ്യണം? കൂടിനെ മാനേജ് ചെയ്യാൻ അറിയണം. അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് വാക്സ്. ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് വാക്സ്. തേനീച്ച കൂട്ടിൽ നിന്ന് എന്തൊക്കെ കളക്ട് ചെയ്യണം? തേനും അതുപോലെ തന്നെ ഈ വാക്സും കളക്ട് ചെയ്യാനാണ്. നിങ്ങൾ കിസാൻ കൃഷിദീപം പോലുള്ള പ്രോഗ്രാമുകളെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങളെ കാണിച്ചിട്ടുണ്ട്. അവർ ഈ സെൻട്രിഫ്യൂഗ് ഉപയോഗിച്ച് തേൻ കളക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു മെഷീനുണ്ട്. അത് ഉപയോഗിച്ച് തേൻ കളക്ട് ചെയ്യുന്നതൊക്കെ കാണിക്കാറുണ്ട്. വല്ലപ്പോഴും ആ പ്രോഗ്രാമൊക്കെ കാണുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് മാനേജ് ചെയ്യാം? എപ്പിക്കൾച്ചർ മാനേജ് ചെയ്യാൻ സാധിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ്? ഒന്ന്, വി ഷുഡ് നോ അബൌട്ട് ദി നേച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ബീസ് അല്ലേ? തേനീച്ചയെക്കുറിച്ചുള്ള അവരെക്കുറിച്ചൊരു അറിവ്, അവരുടെ ജീവിത രീതിയൊക്കെ നമുക്ക് അറിയണം. രണ്ട്, ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സോംസ്. തേനീച്ചയുടെ ബീസിൻ്റെ ഗ്രൂപ്പ് ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? തേനീച്ചകളെ പിടിച്ച് കൂട്ടിലാക്കാൻ അറിയണം. പ്രോപ്പർ പ്ലേസിങ് ഓഫ് ബീഹൈവ്സ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ അറിയണം. മാനേജ്മെൻറ്റ് ഓഫ് ബീഹൈവ്സ് ഡ്യൂറിങ് ഡിഫറൻറ്റ് സീസൺസ് അനുസരിച്ച് എന്ത് മാനേജ് ചെയ്യണം? ബീഹൈവ്സ് മീൻസ് തേനീച്ച കൂട്, അത് മാനേജ് അറിയണം. ആൻഡ് ലാസ്റ്റ്, ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് ബീ വാക്സ്. തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനും അതിനോടൊപ്പം തന്നെ വാക്സ്, ബീ വാക്സ് മീൻസ് മെഴുക്, അതും നമ്മൾ കളക്ട് ചെയ്യാൻ അറിയണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് മാനേജ് ചെയ്യാൻ സാധിക്കും? ബീ കീപ്പിംഗ് അഥവാ എപ്പിക്കൾച്ചർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആനിമൽ ഹസ്ബൻഡറിയിൽ 3 സെക്ഷൻസ് കഴിഞ്ഞ് നമ്മൾ ഡയറി ഫാം മാനേജ്മെൻറ്റ്, പൗൾട്രി ഫാം മാനേജ്മെൻറ്റ്, ബീ കീപ്പിംഗ് ആൻഡ് ഫിഷറീസ്, അങ്ങനെ 3 സെക്ഷൻസ് കഴിഞ്ഞു. ഇനി ഒരു സെക്ഷൻ കൂടെ പഠിക്കാനുണ്ട്. അതാണിത്, ഫിഷറീസ്. ഫിഷറീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രി മീൻസ് ഒരു വ്യവസായമാണ് ഇത് ഫിഷറീസ്. ആ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? മത്സ്യങ്ങളെ വാങ്ങുന്നത്, മത്സ്യങ്ങളെ വിൽക്കുന്നത്, ഇതിനെ പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇതെല്ലാം എവിടെ വരുന്നതാണ്? ഫിഷറീസ് വരുന്നതാണ്. അപ്പോൾ മത്സ്യങ്ങളെ പിടിക്കുന്നത്, ക്യാച്ചിങ്, മത്സ്യങ്ങളെ പിടിക്കുന്നത്, മത്സ്യങ്ങളെ വിൽക്കുന്നത്, മത്സ്യങ്ങളെ പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നതും ഇതെല്ലാം എവിടെ വരുന്നത്? ഫിഷറീസ് എന്ന ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. ഈ ഫിഷറീസ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പിസികൾച്ചർ ആൻഡ് അക്വാകൾച്ചർ. അപ്പോൾ ഫിഷറീസ് എന്ന ഇൻഡസ്ട്രി നമ്മൾ എത്രയായിട്ട് തരംതിരിച്ച്? രണ്ടായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്? പിസികൾച്ചർ ആൻഡ് അക്വാകൾച്ചർ. പിസികൾച്ചർ മീൻസ് നിങ്ങൾ സുവോളജിയിൽ ക്ലാസ് പിസസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? പിസസ്, ആംഫീബിയൻസ്, അങ്ങനെ കുറേ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ പിസികൾച്ചർ മീൻസ് സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫിഷസ്. സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫിഷസ്, ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യങ്ങളെ വളർത്താറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇത് പിസികൾച്ചർ. അത് ഒന്നുകിൽ ഫ്രഷ് വാട്ടർ ഫിഷസ് ആകാം, ഒന്നുകിൽ എന്താകാം? ഫ്രഷ് വാട്ടർ ഫിഷസ് ആകാം, അല്ലെങ്കിൽ മറൈൻ ഫിഷസ് ആകാം. അപ്പോൾ നമ്മൾ ഫ്രഷ് വാട്ടർ ഫിഷസ് മീൻസ് ശുദ്ധജല മത്സ്യങ്ങൾ, മറൈൻ ഫിഷസ് മീൻസ് ഉപ്പുള്ളതിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഫ്രഷ് വാട്ടർ ഫിഷസിനെയും കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്, മറൈൻ ഫിഷസിനെയും കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രഷ് വാട്ടർ ഫിഷസ് ആണ് കട്ല, രോഹു, കാർപ്പ്. വേറെ മത്സ്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ് ഇത്രയുമാണ്: കട്ല, രോഹു ആൻഡ് കാർപ്പ്. ഇത്രയുമാണ് ഫ്രഷ് വാട്ടർ ഫിഷസ്. അതുപോലെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മറൈൻ ഫിഷസ് ആണ് ഹിൽസ, സാർഡൈൻ, മാക്കറൽ ആൻഡ് പോംഫ്രെറ്റ്. അപ്പോൾ സാധാരണ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രഷ് വാട്ടർ ഫിഷസ് കട്ല, രോഹു, കാർപ്പ്. ഇതിനെ മൂന്നിനെയും കോമൺ അറിയപ്പെടുന്ന കാർപ്പ് മത്സ്യങ്ങൾ എന്നാണ് മലയാളത്തിൽ തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ കട്ല, രോഹു ആൻഡ് കാർപ്പ്. മറൈൻ ഫിഷസിന് എക്സാമ്പിളാണ് ഹിൽസ, സാർഡൈൻ, മാക്കറൽ, പോംഫ്രെറ്റ്. അങ്ങനെ ഹിൽസ, സാർഡൈൻ, മാക്കറൽ ആൻഡ് പോംഫ്രെറ്റ്. ഇത്രയുമാണ് നമ്മൾ സാധാരണ കൾട്ടിവേറ്റ് ചെയ്യുന്ന മറൈൻ ഫിഷസ്. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യങ്ങളെ വളർത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പിസികൾച്ചർ. അത് നമ്മൾ ഫ്രഷ് വാട്ടർ ഫിഷസിനെയും മറൈൻ ഫിഷസിനെയും കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഫ്രഷ് വാട്ടറിന് എക്സാമ്പിൾ കട്ല, രോഹു, കാർപ്പ്. മറൈൻ എക്സാമ്പിൾ ഹിൽസ, സാർഡൈൻ, മാക്കറൽ, പോംഫ്രെറ്റ്. ഇത് എക്സാമ്പിൾസ് നിങ്ങളെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഐഡൻറ്റിഫൈ ചെയ്ത് ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫിഷസ് ഇടകലർത്തി തരും, അത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾസ് വ്യക്തമായിട്ട് പഠിച്ചേക്കുക. അടുത്താണ് അക്വാകൾച്ചർ. അക്വാകൾച്ചർ മീൻസ് കൾട്ടിവേഷൻ ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ്. കൾട്ടിവേഷൻ ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ് എലോങ് വിത്ത് ഫിഷസ്.
എന്തിനോടൊപ്പം തന്നെ ഫിഷസിനോടൊപ്പം തന്നെ മറ്റ് ജലജീവികളെ നമ്മൾ ആഹാരത്തിന് വേണ്ടി വളർത്താറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് അക്വാ കൾച്ചർ. ഫോർ എക്സാമ്പിൾ പ്രോൺ മീൻസ് കൊഞ്ച് അല്ലെ ചെമ്മീൻ എന്ന് പറയും പ്രോൺ. ക്രാബ് ഏതാ ഞണ്ട്. സെപ്പിയ കണവ. ഇതൊക്കെ മത്സ്യം എന്ന ഫിഷസ് എന്ന ഗ്രൂപ്പിൽ വരുന്നതല്ല, ഇത് മറ്റ് ഫൈലങ്ങളിൽ വരുന്നതാണ്. പ്രോൺ എന്ന് പറയുന്നത് ആർത്രോപോഡ എന്ന ഫൈലത്തിൽ വരുന്നതാണ്. അപ്പോൾ പ്രോണ്, ക്രാബ്, സെപ്പിയ തുടങ്ങിയ അക്വാട്ടിക് ഓർഗാനിസംസ് നമ്മൾ ഫിഷസിനോടൊപ്പം തന്നെ വളർത്താറുണ്ട്. ഇതിനുണ്ട് ഫോർ ഫുഡ്, ദാറ്റ് ഈസ് കോൾഡ് അക്വാ കൾച്ചർ. അപ്പോൾ ഫിഷസ് മാത്രമാണെങ്കിൽ പിസി കൾച്ചർ, എന്നാൽ ഫിഷസിനോടൊപ്പം മറ്റ് അക്വാട്ടിക് ഓർഗാനിസം പ്രോണ്, ക്രാബ്, സെപ്പിയ തുടങ്ങിയ മറ്റ് അക്വാട്ടിക് ഓർഗാനിസംസിനെ വളർത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണിത് അക്വാ കൾച്ചർ. ഇത്രയുമാണ് നമുക്ക് ഫിഷറീസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പാഠത്തിൻ്റെ 2 സെഷൻസ്, ഒന്ന് അനിമൽ ഹസ്ബൻഡറി, 2 പ്ലാൻ ബ്രീഡിങ്. അതിൽ അനിമൽ ഹസ്ബൻഡറി, ഡയറി ഫാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച്. ഇന്ന് നമ്മൾ പഠിച്ചത് പൗൾട്രി ഫാം പഠിച്ച്, ബീ കീപ്പിംഗ് പഠിച്ച്, ഫിഷറീസ് പഠിച്ച്. ഇനി നമ്മൾ പഠിക്കാനുള്ള പ്ലാൻ ബ്രീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക്കാണിത് പ്ലാന്റ് ബ്രീഡിംഗ്. പ്ലാന്റ് ബ്രീഡിംഗ് മീൻസ് നമ്മൾ ചുറ്റുപാടുമുള്ള പ്ലാന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, നമ്മളിവിടെ നിൽക്കുന്ന പ്ലാന്റ്സിനെ ഉപയോഗിച്ച്, നിലനിൽക്കുന്ന പ്ലാന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയുള്ള പ്ലാന്റ്സ്? ഹൈ ഈൽഡിങ്, ഹൈ ഡിസീസ് റെസിസ്റ്റൻറ്റ് ആൻഡ് പ്ലാന്റ്സ് ദാറ്റ് ആർ സ്യൂട്ടഡ് ഫോർ കൾട്ടിവേഷൻ. അപ്പം 3 കാര്യങ്ങളാണ്. ഒന്ന് ഫോർ ഹൈ ഈൽഡിങ്. ഹൈ ഈൽഡിങ് മീൻസ് ഉൽപ്പാദനം കൂടാൻ വേണ്ടി. 2 ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്, ഫോർ ക്രിയേഷൻ ഓഫ് ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്, രോഗപ്രതിരോധ ശേഷി കൂടാൻ വേണ്ടി. ആൻഡ് ഓൾസോ ബെറ്റർ സ്യൂട്ടഡ് ഫോർ കൾട്ടിവേഷൻ, കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ വളരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വളരുന്നതിന് വേണ്ടി നമ്മളെ ചുറ്റുപാട് നിലനിൽക്കുന്ന പ്ലാന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് പ്ലാന്റ് ബ്രീഡിംഗ്. ഇപ്പോൾ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ പർപ്പസ്ഫുൾ മാനിപ്പുലേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ്. നമ്മൾ പർപ്പസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? മാനിപ്പുലേറ്റ് ചെയ്യുക മീൻസ് എന്ത് ചെയ്യുക? ഇപ്പം പ്ലാന്റിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഹൈ ഈൽഡിങ്, ഹൈ ഡിസീസ് റെസിസ്റ്റൻറ്റ് ആൻഡ് പ്ലാന്റ്സ് ദാറ്റ് ആർ ബെറ്റർ സ്യൂട്ടഡ് ഫോർ കൾട്ടിവേഷൻ. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ്? ഫോർ ഹൈ ഈൽഡിങ്, ഉൽപ്പാദനം കൂടാൻ വേണ്ടി, രോഗപ്രതിരോധ ശേഷി കൂടാൻ വേണ്ടി, കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായിട്ട് വളരുന്നതിന് വേണ്ടി നമ്മളെ ചുറ്റുപാട് നിലനിൽക്കുന്ന പ്ലാന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത്തരം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്ലാന്റ് ബ്രീഡിങ്. ഈ പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാമുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ക്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത്. ആ ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ച മൂവ്മെൻ്റ് ആണ് ഇത് ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്സ് അല്ലേ, വിളകളുടെ അമിതോൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണിത് ഗ്രീൻ റവല്യൂഷൻ. ഇതുപോലെ നമ്മൾ ഇത് പറഞ്ഞില്ലായിരുന്നോ, ഡയറി ഫാം മാനേജ്മെൻറ്റ്, അവിടെ പാലുൽപാദനം അല്ലേ, മിൽക്ക് പ്രൊഡക്ഷൻ്റെ റവല്യൂഷനാണ് ഇത് വൈറ്റ് റവല്യൂഷൻ, ഓവർ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. അതുപോലെ സിൽവർ റവല്യൂഷൻ, ഓവർ പ്രൊഡക്ഷൻ ഓഫ് എഗ്. അതുപോലെ ബ്ലൂ റവല്യൂഷൻ, ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഫിഷസ്. അപ്പം വൈറ്റ് ഫോർ മിൽക്ക്, സിൽവർ ഫോർ എഗ്, ബ്ലൂ ഫോർ ഫിഷസ്. അപ്പോൾ പാലിൻ്റെ അമിതോൽപാദനമാണ് ഇത് വൈറ്റ് റവല്യൂഷൻ, മുട്ടയുടെ അമിതോൽപാദനം സിൽവർ റവല്യൂഷൻ, മത്സ്യങ്ങളുടെ അമിതോൽപാദനമാണ് ഇത് ബ്ലൂ റവല്യൂഷൻ. അതുപോലെ ക്രോപ്പിൻ്റെ ഓവർ പ്രൊഡക്ഷനാണ് ഇത് ഗ്രീൻ റവല്യൂഷൻ. 1960s 1960 കാലഘട്ടത്തിലാണ് എന്താരംഭിക്കുന്നത്? ഗ്രീൻ റവല്യൂഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഗ്രീൻ റവല്യൂഷനിലൂടെ നമ്മൾ എന്ത് ചെയ്ത് ക്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത്, എസ്പെഷ്യലി റൈസ് ആൻഡ് വീറ്റ്. മെയിനായിട്ട് എന്തിൻ്റെയൊക്കെയാണ് ഇൻക്രീസ് ചെയ്തത്? റൈസിൻ്റെയും വീറ്റിൻ്റെയും. ഇതിൽ തന്നെ നമ്മൾ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്തത് വീറ്റാണ്. അതുകൊണ്ട് നെയിം ദ ക്രോപ്പ് അസോസിയേറ്റഡ് വിത്ത് ഗ്രീൻ റവല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും? വീറ്റ് ആയിരിക്കും. അപ്പോൾ റൈസിൻ്റെയും വീറ്റിൻ്റെയും പ്രൊഡക്ഷൻ നമ്മൾ ടൺ കണക്കിന് ഇൻക്രീസ് ചെയ്ത്, രണ്ടും ഇൻക്രീസ് ചെയ്തെങ്കിൽ പോലും കൂടുതലും പ്രൊഡ്യൂസ് ചെയ്ത് ആരാം? വീറ്റാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് നെയിം ദ ക്രോപ്പ് അസോസിയേറ്റഡ് വിത്ത് ഗ്രീൻ റവല്യൂഷൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? വീറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റൈസ് ഉപയോഗിക്കുന്നത് വീറ്റായിരിക്കും. വീറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ 1960 കാലഘട്ടത്തിലാണ് ലോകത്ത് എന്താ ആരംഭിച്ചത്? ഗ്രീൻ റവല്യൂഷൻ ആരംഭിക്കുന്നത്. ആ ഗ്രീൻ റവല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ ഉൽപ്പാദനം പ്രൊഡക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്ത്. അങ്ങനെ പ്രൊഡക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്തതിനുള്ള ത്രൂ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ്. നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഹൈ ഈൽഡിങ്ങും ഹൈ ഡിസീസ് റെസിസ്റ്റൻ്റ് പ്ലാന്റ്സിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് അവരുടെ ക്രോപ്പുകളുടെ.
ഏതൊക്കെ ക്രോപ്പ്? റൈസ് ആൻഡ് വീറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ആരുടെ ഉൽപ്പാദനമാണ്? വീറ്റിൻ്റെ പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ക്രോപ്പ് എന്ന് പറഞ്ഞതാണ് വീറ്റാണ്. ഇനി ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ നോർമൻ ഏർണസ്റ്റ് ബോർലോഗ്. അപ്പോൾ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആണ് നോർമൻ ഏർണസ്റ്റ് ബോർലോഗ് എന്ന സയൻറ്റിസ്റ്റ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെമി ഡോർഫ് വെറൈറ്റീസ് ഓഫ് വീറ്റ്. അദ്ദേഹം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്? സെമി ഡോർഫ് വെറൈറ്റീസ്. എന്തിൻ്റെ? വീറ്റിൻ്റെ, ഗോതമ്പിൻ്റെ സെമി ഡോർഫ് വെറൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആണിത് നോർമൻ ഇ ബോർലോഗ്. അങ്ങനെ സെമി ഡോർഫ് വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത്, അല്ലെങ്കിൽ ലോകത്ത് എന്ത് ചെയ്ത്, വീറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു. ഇദ്ദേഹത്തിന് സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് നോർമൻ ഇ ബോർലോഗ്. സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആര്? നോർമൻ ഇ ബോർലോഗ്, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. നിങ്ങൾക്ക് തിരിഞ്ഞു പോകാറുണ്ട്. നമ്മൾ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ കേൾക്കുമ്പോൾ നമ്മൾ ചാടി പിടിച്ച് എം എസ് സ്വാമിനാഥൻ എഴുതി വെക്കും. അത് ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ, ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്ന് വെച്ചാൽ ആരാ? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് വെച്ചാൽ നോർമൻ ഇ ബോർലോഗ്. തിരിഞ്ഞു പോരുത്. ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവാണ് ആര്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അപ്പോൾ നോർമൻ ഇ ബോർലോഗ് എന്തോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സെമി ഡോർഫ് വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. നമുക്ക് രണ്ട് സെമി ഡോർഫ് വെറൈറ്റീസിൻ്റെ എക്സാമ്പിൾ പഠിക്കാനുണ്ട്. സെമി ഡോർഫ് വെറൈറ്റീസ് ഓഫ് വീറ്റ്. വീറ്റിൻ്റെ സെമി ഡോർഫ് വെറൈറ്റീസിന് എക്സാമ്പിളാണ് കല്യാൺ സോണ, സൊണാലിക. വീറ്റിൻ്റെ സെമി ഡോർഫ് വെറൈറ്റീസ് ഏതൊക്കെയാണ്? കല്യാൺ സോണയും സൊണാലികയും. അതുപോലെ റൈസിൻ്റെ സെമി ഡോർഫ് വെറൈറ്റീസ് ആണ് ജയ, അതുപോലെ തന്നെ രത്ന. അപ്പോൾ വീറ്റിൻ്റെ സെമി ഡോർഫ് വെറൈറ്റി കല്യാൺ സോണയും സൊണാലികയും, റൈസിൻ്റെ സെമി ഡോർഫ് വെറൈറ്റി ആണ് ഇത് ജയ ആൻഡ് രത്ന. അപ്പോൾ റൈസിൻ്റെ വീറ്റിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നമുക്ക് ഗ്രീൻ റവല്യൂഷൻ ഇൻക്രീസ് ചെയ്യാൻ കാരണം ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സെമി ഡോർഫ് വെറൈറ്റീസ്. ആര് ഇൻട്രൊഡ്യൂസ് ചെയ്ത്? സെമി ഡോർഫ് വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അത് വീറ്റിനുള്ള എക്സാമ്പിൾസ് കല്യാൺ സോണയും സൊണാലികയും, റൈസിൻ്റെ സെമി ഡോർഫ് വെറൈറ്റി ആണ് ഇത് ജയ ആൻഡ് രത്ന. ഈ ജയ രത്നയൊക്കെ ഉൽപ്പാദിപ്പിച്ചത് ആരുപയോഗിച്ചാണ്? IR8 ടൈച്ചൂങ് നേറ്റീവ് 1. IR8 ടൈച്ചൂങ് നേറ്റീവ് 1 തുടങ്ങിയ വെറൈറ്റി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്തത്? ജയരത്ന തുടങ്ങിയ സെമി ഡോർഫ് വെറൈറ്റീസ് പ്രൊഡ്യൂസ് ചെയ്ത് ആരെ ഉപയോഗിച്ചാൽ? IR8 ടൈച്ചൂങ് നേറ്റീവ് 1 തുടങ്ങിയ വെറൈറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ക്രോപ്പിൻ്റെ ഓവർ പ്രൊഡക്ഷനാണ് ഏത്? ഗ്രീൻ റവല്യൂഷൻ 1960s ആരംഭിച്ച് ക്രോപ്സ് ഏതൊക്കെയാണ്? റൈസിൻ്റെയും വീറ്റിൻ്റെയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആണ് നോർമൻ ഇ ബോർലോഗ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ ആണ് ഏത്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അതുപോലെ വീറ്റിൻ്റെ സെമി ഡോർഫ് വെറൈറ്റിയാണ് കല്യാൺ സോണയും സൊണാലികയും, റൈസിൻ്റെ സെമി ഡോർഫ് വെറൈറ്റിയാണ് ജയ ആൻഡ് രത്ന. ഇനി അതുപോലെ രണ്ട് ഷോർട്ട് ഫോംസ് പഠിക്കാനുണ്ട്. ഒന്ന് IRRI, രണ്ട് IARI. IRRI മീൻസ് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. IARI മീൻസ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ IRRI ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് മനില, ഫിലിപ്പൈൻസ് എന്ന രാജ്യത്ത് മനില എന്ന സ്ഥലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്നാൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനിലയിലാണ് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് സെക്കൻഡ് ഇയറിൽ ഒരുപാട് ഷോർട്ട് ഫോംസ് പഠിക്കാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച ഷോർട്ട് ഫോംസ് ഏതൊക്കെയാണ്? MMC, PMC, PEN. ഇത്രയും ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച MMC, PMC, PEN. എന്തോ MMC മൈക്രോസ്പോർ അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ല്, PMC പോളൻ മദർ സെല്ല്, PEN പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ്. അതുപോലെ ഈ പാഠത്തിൽ നമ്മൾ ഇതിന് മുമ്പ് തൊട്ടുമുമ്പ് പഠിച്ച അബ്രിവേഷനാണ് MOET. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഇന്ന് പഠിച്ചതൊക്കെയാണ് IRRIയും IARIയും. IRRI ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും IARI ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും.
നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സ്പാൻഡ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, ഷോർട്ട് ഫോംസ് ചോദിക്കാറുണ്ട്. 3-4 ഷോർട്ട് ഫോംസ് എക്സ്പാൻഡ് ദി ഫോളോയിങ് പറഞ്ഞ് ചോദിക്കും. അത് ബോട്ടണിയിലും ചോദിച്ചിട്ടുണ്ട്, സുവോളജിയിലും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. പബ്ലിക് എക്സാമിൽ ചോദിക്കുന്നതാണ്. എക്സ്പാൻഡ് ദി ഫോളോയിങ് പറഞ്ഞ് 3-4 കിടക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ പാഠത്തിൽ ഇനി നമുക്ക് ഷോർട്ട് ഫോംസ് പഠിക്കാനുണ്ട്. ഇനി വരുന്ന പാഠങ്ങളിൽ ഷോർട്ട് ഫോംസ് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ പ്ലാൻ ബിൽഡിംഗ് എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ പ്ലാൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റുപാടുള്ള പ്ലാൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പുതിയ പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയുള്ള പുതിയ പ്ലാന്റ്സ്? ഹൈ ഈൽഡിങ്, ഹൈ ഡിസീസ് റെസിസ്റ്റൻറ്റ് ആൻഡ് പ്ലാന്റ്സ് ദാറ്റ് ആർ ബെറ്റർ സ്യൂട്ടഡ് ഫോർ കൾട്ടിവേഷൻ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ചുറ്റുപാടുള്ള പ്ലാന്റ്സിന് ചില മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോസസ്സാണ് ഇത് പ്ലാൻ ബ്രീഡിങ്. ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സ് അല്ല. ഈ പ്ലാൻ ബ്രീഡിങ് എന്ന പ്രോസസ്സിന് 5 സ്റ്റെപ്പുകളുണ്ട്. അത് ഇത്തിരി വിശാലമായിട്ട് പറയാനുള്ളതാണ്. ആ 5 സ്റ്റെപ്പുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.